1997-98 കാലഘട്ടത്തിൽ ഞാൻ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ വിശ്രമമേളകൾ ആനന്ദമാക്കിയിരുന്നത് കൂട്ടുകാർക്ക് ചില സിനിമാ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു. അന്നൊക്കെ ഞാൻ കൂടുതലും പറഞ്ഞിരുന്നത് തമിഴ് സിനിമയിലെ പുതിയ താരോദയമായ വിജയുടെ സിനിമകളിലെ കഥകളെക്കുറിച്ചിട്ടാണ്. ഈ വിജയുടെ ഫോട്ടോ പോലും അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയുന്ന കഥകളുടെ പ്രത്യേകത കാരണം അവർ നല്ല രീതിയിൽ അത് ആസ്വദിക്കുമായിരുന്നു. ആ സമയത്താണ് തുള്ളാതെ മനം തുള്ളു എന്ന് പറയുന്ന സിനിമ കേരളമാകെ ഹിറ്റാകുന്നത്. അപ്പോഴാണ് അവർ ഒരു വിജയ് സിനിമ ആദ്യമായി കാണുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ പറയാറുള്ള വിജയ് ഇതാണോ? ഓ, വാട്ട് എ ടാലൻറ്റ് മാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ ചില വിജയ് ഫാനുകളിൽ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് വിജയ് ഫാൻസായിട്ടുള്ള ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്തുണ്ടായ കരൂർ ജനക്കൂട്ട മരണത്തെക്കുറിച്ച് മദ്രാസ് ഹൈക്കോടതി കണ്ടെത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചാണ്. ഈ സമ്മേളനം എങ്ങനെ നടത്തണം, ഏത് രീതിയിൽ നടത്തണം, അതിൻ്റെ ടൈം എപ്പോഴാണ്, അത് ഏത് സ്ഥലത്ത് വേണമെന്നും ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. 11 കണ്ടീഷനുകളോടുകൂടി ഈ സമ്മേളനം നടത്താൻ അനുവദിക്കുകയാണ് ചെയ്തത്. പൊതുയോഗം നടത്തുന്നതിന് പൊതുമരാമത്ത് വകുപ്പുകളിൽ നിന്നും മുൻകൂർ അനുമതി വാങ്ങണം. പൊതുയോഗങ്ങൾ നടക്കുമ്പോൾ LED സ്ക്രീനുകൾ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. ഈ 2 കാര്യങ്ങൾ മാത്രമേ വിജയ് ചെയ്തുള്ളൂ. ബാക്കി ഗതാഗത കുരുക്കുണ്ടാക്കരുത്. പൊതുയോഗത്തിന് പങ്കെടുക്കുന്നവർക്ക് വേണ്ടത്ര പാർക്കിംഗ് സൗകര്യം ലഭ്യമാക്കണം. ഏതെങ്കിലും വണ്ടി അതുവഴി വരികയാണെങ്കിൽ അത് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. തുടങ്ങിയ ബാക്കി 9 കണ്ടീഷനുകളും വിജയ് നഗ്നമായി ലംഘിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട്. സംഭവത്തിന് ശേഷം നേതാക്കന്മാരോ അണികളോ അവിടെ നിന്ന് സംഭവ സ്ഥലത്തു നിന്ന് ഒളിച്ചോടി എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ആ ഒരു പാനിക് സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ പോലും മരണപ്പെട്ടവരോ അപകടത്തിൽപ്പെട്ടവർക്കോ വേണ്ട യാതൊരുവിധ സഹായവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. കൂടാതെ വിജയ് സഞ്ചരിച്ചിരുന്ന വാഹനത്തിനോട് തൊട്ടുചേർന്ന് വന്ന 2 മോട്ടോർ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന 2 വ്യക്തികൾ വിജയുടെ വാഹനം തട്ടി അപകടത്തിൽപ്പെടുകയുണ്ടായി. വിജയുടെ തന്നെ വാഹനത്തിൽ അകമ്പടി സേവിച്ചിരുന്ന ഒരു വ്യക്തിയും ബസ്സിൽ നിന്ന് വീണ് അപകടമുണ്ടായി. ഈ വക കാര്യങ്ങൾക്കൊന്നും പോലീസ് ഡ്രൈവർക്കെതിരെ മാത്രമേ കേസെടുത്തിട്ടുള്ളൂ. അതിന് കാരണഭൂതനായ വിജയ്ക്കെതിരെ കേസെടുത്തില്ല. ഇത്തരം കാരണങ്ങളാലാണ് കോടതി വിജയ്ക്കെതിരെ കേസെടുക്കണമെന്നും വിജയ് സഞ്ചരിച്ച വാഹനം പിടിച്ചെടുക്കണമെന്നും ഉത്തരവിട്ടിട്ടുള്ളത്. എന്തായിരുന്നാലും വിജയുടെ ഭാഗത്താണോ ശരി, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണോ ശരി, ഇതൊന്നും അറിയാതെ സ്വന്തം ജീവനെ പോലെ അവഗണിച്ച് അവിടെ തടിച്ചുകൂടിയ ജനങ്ങളാണോ? ഇതൊക്കെ വ്യക്തമായി അറിയണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ്. ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. ആസ്ര ഗർസുന്ന നോർത്ത് സോൺ IGP ആണ് ഇതിൻ്റെ നേതൃത്വം. അവരെ സഹായിക്കാനായിട്ട് വിമല IPS സൂപ്രണ്ട് ഓഫ് പോലീസ് നാമക്കൽ, ശ്യാമള ദേവി സൂപ്രണ്ട് ഓഫ് പോലീസ് CSCID എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിരിക്കുന്നത്. ഒരു കറകളഞ്ഞ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കിതിൻ്റെ സത്യം കണ്ടെത്താനാവൂ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ